ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സഹാരി റേസ് പ്ലേസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഫാർമസിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നടത്തുന്നത്. മുന്നേ വന്നിട്ടുള്ള ഫാർമസി ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ്റെ കാറ്റഗറി കോഡ് നോക്കാം. 003/2021 അതെല്ലാം. അപ്പം നമുക്ക് അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു കാറ്റഗറി കോഡിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്? ഇൻ വിച്ച് ദ തിയറി ഈസ് ദ ആസിഡ് ആൻഡ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആൻഡ് ദ ബേസ് ആൻഡ് ഇലക്ട്രോൺ പെയർ ഡോണർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആസിഡും ബേസിനെയും പറ്റി പറഞ്ഞിരിക്കുന്നത് ഏത് തിയറിയുടെ ബേസിലാണ് വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുറച്ച് തിയറീസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്, അറീനിയസ് കൺസെപ്റ്റ്, ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലേ, ഇത് ആസിഡ് ആൻഡ് ബേസ് ഒക്കെ പഠിച്ചവരെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് പേർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസർ അറിയാമായിരിക്കും. എങ്കിൽ ചിലവരെ സംബന്ധിച്ച് ഈ ഒരു ഇതിലേക്ക് എത്താത്ത അല്ലെങ്കിൽ കറക്റ്റായിട്ട് പഠിച്ചെത്താത്തവരെ സംബന്ധിച്ച് നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം നമുക്ക് നോക്കാം ഇത് ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതെന്ന്. ഞാൻ വെറുതെ ആൻസർ പറഞ്ഞാൽ മാത്രം പോരല്ലോ. അപ്പം നമുക്ക് ആൻസറിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലൂയിസ് കൺസെപ്റ്റ് ആണ്. ലൂയിസ് കൺസെപ്റ്റ് പ്രകാരമാണ് ആസിഡ് എന്ന് പറയുന്നത് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയും ബേസ് എന്ന് പറയുന്നത് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുകയും ചെയ്യുന്നത്, ഡോണറും കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ ലൂയിസ് കൺസെപ്റ്റ് പ്രകാരമാണ്. എന്താണ് ഇലക്ട്രോൺസ് എന്താണ് അക്സെപ്റ്റർ എന്നും ബേസ് ഇലക്ട്രോൺസിനെ ഡോണർ എന്നും പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡോണർ എന്നും പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി എന്താണെന്നൊക്കെ അറിയണ്ടേ. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ ബാക്കിയും കൂടെ നമുക്ക് അറിയണ്ടേ. അപ്പൊ അത് നമുക്ക് നോക്കാം. ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് പ്രകാരം ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. ആൻ ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഡൊണേറ്റ് പ്രോട്ടോൺ. ഓക്കെ, അവ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോട്ടോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇലക്ട്രോൺസിനെ ആയിരുന്നു അല്ലെ ചോദിച്ചിരുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് അത്? ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് പ്രകാരം എന്താണ് ആസിഡ് എന്ന് പറയുന്നത് ഡൊണേറ്റ് പ്രോട്ടോണും അതുപോലെ ബേസ് എന്ന് പറയുന്നത് ആരെ സ്വീകരിക്കുന്നവരാണ്? പ്രോട്ടോണിനെ സ്വീകരിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബേസ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് അക്സെപ്റ്റ് പ്രോട്ടോൺ. ഓക്കെ, അക്സെപ്റ്റ് പ്രോട്ടോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഓക്കെ ആയല്ലോ. അപ്പൊ നമുക്ക് അറീനിയസ് കൺസെപ്റ്റ് നോക്കാം. എന്താണ് അറീനിയസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം ഇത് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ അയോൺസിന്റെ സോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ അയോൺസിന്റെ സോഴ്സ് ആണ് ആസിഡ് എന്നും അതുപോലെ തന്നെ ഹൈഡ്രോസൈഡ് അയോൺസിന്റെ സോഴ്സ് ആണ് ബേസ് എന്നുമാണ് ആര് പറഞ്ഞിരിക്കുന്നത്? അറീനിയസ് കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അറീനിയസ് കൺസെപ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ആസിഡ് എന്ന് വെച്ചാൽ എന്തിന്റെ സോഴ്സ് ആണ്? ഹൈഡ്രജൻ അയോൺസിന്റെ സോഴ്സ് ആണ്. അതുപോലെ ബേസ് എന്നാൽ ഹൈഡ്രോസൈഡ് അയോൺസ് അല്ലെങ്കിൽ OH അയോൺസിന്റെ സോഴ്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, OH മൈനസ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് അല്ലെ. അപ്പൊ നമ്മുടെ ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ നമുക്ക് അതും എന്താണെന്ന് അറിയണം. അപ്പോൾ അത് പ്രകാരം എന്താണ് പറയുന്നത്? ഹാർഡ് ആസിഡ് ടെൻസ് ടു പ്രിഫറൻഷ്യലി റിയാക്ട് വിത്ത് ഹാർഡ് ബേസ്. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹാർഡ് ബേസുമായിട്ടും. അതുപോലെ സോഫ്റ്റ് ആസിഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? സോഫ്റ്റ് ബേസുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്നാണ് ഏത് പറഞ്ഞിരിക്കുന്നത്? ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ബേസ് കൺസെപ്റ്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ആയല്ലോ. അപ്പൊ നമ്മൾക്ക് ബാക്കിയുള്ള പോയിന്റ്സും കൂടെ പഠിച്ചു. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അറീനിയസ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഇല്ലേ. അപ്പൊ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. മ്യൂറിയാട്രിക് ആസിഡ് ഈസ് ദ സിനോണിയം ഓഫ്. എന്താണ്? നമ്മൾ ഒരുപാട് സിനോണിംസ് അല്ലേ, ഒരുപാട് സിനോണിംസ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിക്കുന്നത്? മ്യൂറിയാട്രിക് ആസിഡിന്റെ സിനോണിയം എന്താണ്? മ്യൂറിയാട്രിക് ആസിഡ് എന്തിന്റെ സിനോണിമാണ്? മ്യൂറിയാട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സിനോണിമാണ് മ്യൂറിയാട്രിക് ആസിഡ്. എന്തിന്റെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സിനോണിമാണ് മ്യൂറിയാട്രിക് ആസിഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ബാക്കിയെല്ലാം അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഓയിൽ ഓഫ് വിട്രിയോൾ. സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓയിൽ ഓഫ് വിട്രിയോൾ ആണ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അക്വാ ഫോർട്ടിസ് ആണ്. നൈട്രിക് ആസിഡിന്റെ സിനോണിം എന്ന് പറയുന്നത് അക്വാ ഫോർട്ടിസ് ആണ്. അതുപോലെ ഫോസ്ഫോറിക് ആസിഡിന്റെ എന്ന് പറയുന്നത് എന്താണ്? ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, അപ്പം ഇതിന്റെ സിനോണിയംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അസ്ട്രിഞ്ചന്റ് കോമ്പൗണ്ട് എക്സിബിറ്റ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് എക്സ്പെക്ട്. എന്താണ്? അസ്ട്രിഞ്ചന്റിന്റെ കുറച്ച് ഫോളോയിങ് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഇവിടെ നോക്കുക, എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അസ്ട്രിഞ്ചന്റ് എന്താണെന്ന് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ. അപ്പൊ നമുക്ക് അസ്ട്രിഞ്ചന്റ് ഏതാണ്? സ്റ്റൈറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി പെർസ്പിറന്റ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അസ്ട്രിഞ്ചന്റിൽ വരുന്നതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റെപ്റ്റിക് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആസ്ട്രിഞ്ചന്റ്, ആന്റി പെർസ്പിറന്റ് ആണ്, അല്ലെങ്കിൽ പ്രസിപ്പിറ്റന്റ് ആണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അസ്ട്രിഞ്ചന്റിന്റെ കാര്യത്തിൽ. അപ്പൊ ഇതിലേക്ക് വരാത്തത് ആരാണ്? ആന്റി ടെസീവ് ആണ് അല്ലേ. ആന്റി ടെസീവ് ആണ് ഈ ഒരു ഓപ്ഷനിൽ മാറി നിൽക്കുന്നത് അല്ലേ, ആന്റി ടെസീവ്. അപ്പൊ ആന്റി ടെസീവ് എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. അപ്പൊ ആന്റി ടെസീവ് ആണ് നമ്മുടെ കഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലേ. നമ്മുടെ കഫിനെ സപ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ആന്റി ടസീവ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആന്റി ടസീവ് പ്രോപ്പർട്ടി വിച്ച് ആർ റിലേറ്റഡ് ടു ദ സപ്രഷൻ ഓഫ് ഓർ റിലീഫ് ഓഫ് കഫിങ്. ഓക്കെ, ഒന്നുകിൽ സപ്രസ് ചെയ്യും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? റിലീഫ് ഉണ്ടാക്കും. എന്തിനെ? നമ്മുടെ കഫിനെ റിലീഫ് ചെയ്യുകയോ സപ്രസ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ആന്റി ടസീവ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അടുത്തതാണ് നമ്മുടെ സിനോണിയം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫ്ലേവർ ഓഫ് സൾഫർ. എന്തിന്റെ സിനോണിയമാണ് ഫ്ലേവർ ഓഫ് സൾഫർ എന്നാണ്. എന്തിന്റെ സിനോണിയമാണ്? ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. സബ്ലൈംഡ് സൾഫർ, പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ, സൾഫർ ഓയിൻമെന്റ്, സെലീനിയം സൾഫൈഡ്. ഇപ്പൊ നമുക്ക് സെലീനിയം സൾഫൈഡ് നമുക്കറിയാം ഇതെന്താണ്? ഡാൻഡ്രഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ സെലീനിയം സൾഫൈഡ്. അപ്പൊ അതല്ല എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. സെലീനിയം സൾഫൈഡ് അല്ല, അത് നമ്മുടെ ഡാൻഡ്രഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ. പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് അതല്ലേ. നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. അതാണ് പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ എന്ന് പറയുന്നത്. പിന്നെ സൾഫർ ഓയിൻമെന്റ്. ചില ഓയിൻമെന്റ്സിൽ സൾഫർ കാണും, അതിന്റെ കൂടെ കുറച്ച് വേറെ ഡ്രഗ്സുകൾ കൂടെ ആഡ് ചെയ്ത് വരും. അതാണ് സൾഫർ ഓയിൻമെന്റ്. ഓക്കെ, ഇപ്പൊ ഇവിടെ പിന്നെ വന്നിട്ടുണ്ട് സബ്ലൈംഡ് സൾഫർ ആണ്. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? സബ്ലൈംഡ് സൾഫർ ആണ് ഇതിന്റെ ആൻസർ. ആൻസർ എന്താണ്? ഫ്ലേവർ ഓഫ് സൾഫർ എന്ന് പറയുന്നത് സബ്ലൈംഡ് സൾഫർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് സെലീനിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ഡാൻഡ്രഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പൊ അത് തന്നെ അത് ഓപ്ഷനിലുമായിട്ട് യാതൊരുവിധ ആ ക്വസ്റ്റ്യനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. ഓക്കെ, സൾഫർ ഓയിൻമെന്റ് may also contain other ingredients such as salicylic acid or zinc oxide to enhance the therapeutic effect. എന്താണ്? സൾഫർ ഓയിൻമെന്റിന്റെ തെറാപ്യൂട്ടിക് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യും? സാലിസിലിക് ആസിഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. അതുപോലെ പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ ഈസ് റെഫർ ടു എ ഫോം ഓഫ് സൾഫർ ദാറ്റ് ഈസ് obtained by the precipitation form a solutions containing soluble sulfide. അല്ലേ, നമ്മൾ സൊല്യൂഷനിലേക്ക് എന്താണ്? സോലുബിൾ സൾഫൈഡ് നിൽക്കുന്ന സമയത്ത് അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ നമുക്ക് കിട്ടും അല്ലേ. പ്രസിപ്പിറ്റേറ്റഡ് സൾഫർ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എക്സ്പെക്ടോറന്റ്. അപ്പം നമ്മൾ എന്ത് പഠിക്കണം? എക്സ്പെക്ടോറന്റ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കണം അല്ലേ. ഏതൊക്കെയാണ് എക്സ്പെക്ടോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് നോട്ട് യൂസ്ഡ് ആണ്. അപ്പം എന്താണ് എക്സ്പെക്ടോറന്റ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ? അമോണിയം ക്ലോറൈഡ്, പൊട്ടാസ്യം അയഡൈഡ്, ഗ്ലൈക്കോൾ ആൻഡ് സോഡിയം നൈട്രേറ്റ്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണ്? ഇവയെല്ലാം തന്നെ ഗ്ലൈക്കോൾ, പൊട്ടാസ്യം അയഡൈഡ്, അമോണിയം ക്ലോറൈഡ് എല്ലാം നമ്മുടെ എക്സ്പെക്ടോറന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണല്ലേ. ഇതുമായി ഒട്ടും ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, സോഡിയം നൈട്രേറ്റ് ആണ്.
അല്ലേ? സോഡിയം നൈട്രേറ്റ് ആണ്. അപ്പം ഈ സോഡിയം നൈട്രേറ്റിന് വേറെ കുറേ ഉപയോഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അത് ഒരു സയനൈഡ് പോയിസണിങ്ങിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കും. സയനൈഡ് പോയിസണിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? അതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, വാസോ ഡയലേറ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, നമ്മൾ ബ്ലഡ് വെസൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ടല്ലോ, ഡയലേറ്റ് ചെയ്യുന്നതിൽ വാസോ ഡയലേറ്റിംഗ് പ്രോപ്പർട്ടീസ് കൂടി ആർക്കുണ്ട്? ഈ സോഡിയം നൈട്രേറ്റിന് ഉണ്ട്. Sodium nitrate has been used in medicine in the past for its vasodilating properties. It is medical uses limited due to the പൊട്ടൻഷ്യൽ ടോക്സിസിറ്റി ആൻഡ് സൈഡ് എഫക്റ്റ്. എന്താണ്? നമ്മൾ മെഡിക്കൽ യൂസിന് അധികം ഇത് ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ ടോക്സിസിറ്റി എഫക്റ്റ് കൊണ്ടല്ലേ, അതിൻ്റെ സൈഡ് എഫക്റ്റും ടോക്സിസിറ്റിയും കാരണം അത് കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്തില്ല, അധികം മെഡിക്കൽ യൂസിന് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഓക്കെ, പിന്നെ ഇതിനെന്ത് ചെയ്യും? ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫുഡ് പ്രിസർവേഷൻ ഉണ്ട്, ആൻറ്റിഡോട്ട് ഫോർ സയനൈഡ് പോയിസണിങ്. ഇതൊക്കെയാണ് സോഡിയം നൈട്രേറ്റിൻ്റെ ഉപയോഗങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഇതുമായിട്ട് എക്സ്പെക്ടോറൻ ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? സോഡിയം നൈട്രേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഡ്രഗ് that help in removing sputum from the respiratory tract. എവിടെ നിന്ന് സ്ഫുടത്തെ റിമൂവ് ചെയ്യുന്നു? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിൽ നിന്ന് സ്ഫുടത്തെ റിമൂവ് ചെയ്യുന്നു. either by increasing the fluidity of sputum. അതുപോലെ തന്നെയാണ് ഫ്ലൂയിഡിറ്റി കൂട്ടുന്നു, സ്ഫുടത്തിൻ്റെ ഫ്ലൂയിഡിറ്റി കൂട്ടുന്നു. ഓർ ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് ഫ്ലൂയിഡ് ദാറ്റ് ഹാവ് ടു ബി എക്സ്പെൽ ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പം അത് എന്താണ്? നമുക്ക് കുറച്ച് ടേംസ് അവിടെ തന്നിട്ടുണ്ട്. എമിറ്റിക്, അസ്ട്രിഞ്ചന്റ്, എക്സ്പെക്ടോറന്റ്, റെസ്പിറേറ്ററി സ്റ്റിമുലന്റ്. ഇത് ഏതാണ് അതിൻ്റെ ആൻസർ ആയിട്ട്? നമ്മുടെ കഫ് പുറത്തേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഫൂട്ടം പുറത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? എക്സ്പെക്ടോറന്റ് ആണ് നമ്മൾ കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്ഫൂട്ടം പുറത്തേക്ക് പോവാനും ഇൻക്രീസ് ഇൻ ദ ഫ്ലൂയിഡിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻക്രീസ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡിന് വേണ്ടിയിട്ടും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കഫം പുറത്തേക്ക് പോവാൻ എക്സ്പെക്ടോറന്റുകളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇത് എക്സ്പെക്ടോറന്റ് എന്താണ് എന്ന് പഠിക്കുമ്പോഴുന്ന സമയത്താണ് ഇത് തന്നെ എക്സ്പെക്ടോറന്റ് എന്താണ് എന്നുള്ള ആൻസർ ആണ് ഇതിന്റെ മോളിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രഗ്സ് ദാറ്റ് ഹെൽപ്പ് റിമൂവിങ് സ്പൂട്ടം ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ക് എയ്തർ ബൈ ഇൻക്രീസിംഗ് ദ ഫ്ലൂയിഡിറ്റി ഓഫ് സ്പൂട്ടം ഓർ ഇൻക്രീസിംഗ് the volume of fluid that have to be expelled from the respiratory tract. അതിൽ എന്താണ്? അതാണ് എക്സ്പെക്ടോറന്റ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എമിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ് വോമിറ്റിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? എമിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അസ്ട്രിഞ്ചന്റ് എന്ന് പറയുന്നത്, അസ്ട്രിഞ്ചന്റ് ഞാൻ കുറച്ച് നേരത്തെ പഠിച്ചു അല്ലേ, നമ്മൾ പഠിച്ചു അസ്ട്രിഞ്ചന്റ് എന്താണ് എന്ന് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു. പിന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് എന്താണ്? റെസ്പിറേറ്ററി സ്റ്റിമുലൻസുകൾ എന്താണ്? റെസ്പിറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോഡക്ട്സുകളാണ് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് എന്ന് പറയുന്നത്. എമിറ്റിക്സ് എന്താണ്? എമിറ്റിക്സ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ഇൻഡ്യൂസ് വോമിറ്റിംഗ്സ്. ദേ ആർ യൂസ്ഡ് ടു എക്സ്പെൽ ദ കണ്ടൻസ് ഓഫ് ദ സ്റ്റൊമക് ഇൻ കേസസ് ഓഫ് പോയിസണിങ് ഓർ ഓവർഡോസ്. എന്താണ്? ഏതൊക്കെ കേസിലാണ് ചോദിക്കുന്നത്? സ്റ്റൊമക് ഇൻ കേസസ് ഓഫ് പോയിസണിങ് ഓർ ഓവർഡോസ് എന്നുള്ള കേസിലൊക്കെ നമുക്ക് ആ വോമിറ്റിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എമിറ്റിക്സ് എന്ന് പറയുന്നത്. Astringent നമ്മൾ നേരത്തെ പറഞ്ഞു. Astringent are the substances that cause contractions or shrinkage of body tissues typically by precipitating proteins. അതാണ് precipitating protein. നമ്മൾ പല സ്ഥലത്ത് ഈ precipitating proteins ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസറും astringent ആണ് വരുന്നത്. precipitating protein ഏതാണ്? astringent ആണ് ചോദിച്ചിട്ടുണ്ട്. പല ക്വസ്റ്റ്യനിലും അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് astringent ഉപയോഗിക്കുന്നത്? Contraction or shrinkage of body tissues typically by precipitating protein. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് എന്താണ്? റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ്. എന്തിന്റെ റേറ്റ് ആണ്? നമ്മുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് അല്ലേ ഇൻക്രീസ് ചെയ്യും അല്ലേ? റേറ്റ് ഓർ ഡെപ്ത് ഓഫ് ബ്രീത്തിങ് എന്നെ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസിന്റെ റേറ്റ്
അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ബ്രീത്തിങ്. ദേ ആർ യൂസ്ഡ് ഇൻ സ്റ്റിമുലേറ്റ് ദ റെസ്പിറേഷൻ ഇൻ കണ്ടീഷൻ സച്ച് ആസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഏത് കണ്ടീഷനിലാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി ഡിപ്രഷൻ കണ്ടീഷനും അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ അല്ലേ, ഉറക്കത്തിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബ്രീത്തിങ് അല്ലേ നിന്നു പോകുന്ന ആ ഒരവസ്ഥയിൽ. ഓ ഡ്രഗ്സ് ഓവർഡോസ്, ഡ്രഗ് ഓവർഡോസ് എടുത്ത് നമ്മുടെ ബ്രീത്തിങ് എന്ത് ചെയ്യുന്നു, നിലയ്ക്കുന്ന ഒരു സ്റ്റേജിലുമാണ് നമ്മൾ ആരെ എടുക്കുന്നത്, ഈ റെസ്പിറേറ്ററി സ്റ്റിമുലന്റിന്റെ ആവശ്യകത കേട്ടോ. ഇനി സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷനിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും സ്റ്റെറിലൈസേഷന് മിനിമം 2-3 ക്വസ്റ്റ്യൻസ് കാണും. ആ ഒരു ടോപ്പിക്കിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കാണുക. സ്റ്റെറിലൈസേഷൻ നല്ല രീതിയിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ സ്റ്റെറിലൈസേഷൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കാണുക. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ. ദ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് ഇൻ വിച്ച് ദ ഫൈനൽ കണ്ടെയ്നർ ഈസ് ഹീറ്റഡ് അറ്റ് 80 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 1 hour ഓൺ ഈച്ച് ഓഫ് 3 സക്സസീവ് ഡേയ്സ്. അതെന്താണ്? ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ ഏതാണ് 80 ഡിഗ്രി സെന്റിഗ്രേഡിൽ 3 സക്സസീവ് ഡേയ്സിൽ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ടിൻഡലൈസേഷൻ ആണ്. അപ്പോൾ ഈ ടിൻഡലൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൾച്ചർ മീഡിയയുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടിൻഡലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ടിൻഡലൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിൻഡലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പാസ്ചറേഷൻസ്, ഹോൾഡർ മെത്തേഡ്, ഫ്ലാഷ് മെത്തേഡ്. അപ്പോൾ ഈ പാസ്ചറേഷൻ എന്താണ്? പാസ്ചറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് ഉണ്ടല്ലോ, മിൽക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ആ പാസ്ചറൈസേഷൻ പ്രോസസ്സിൽ തന്നെ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ്? ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. അപ്പോൾ ഇതിൻ്റെ തന്നെ സബ് ഡിവിഷനാണ് ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. ഓക്കെ, അപ്പം പാസ്ചറൈസേഷൻ ഇത് രണ്ടും മിൽക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും പാസ്ചറൈസേഷനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ടിൻഡലൈസേഷൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ടിൻഡലൈസേഷന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. എന്താണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് കൾച്ചർ മീഡിയ. ഇൻ ദിസ് മെത്തേഡ് സൊല്യൂഷൻസ് പാക്ഡ് ആൻഡ് സീൽഡ് കണ്ടെയ്നർ ഹീറ്റഡ് അറ്റ് 80 ഡിഗ്രി സെന്റിഗ്രേഡ് 1 hour ഓർ 98 to 100 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 20 minutes ഓൺ ഈച്ച് 3 സക്സസീവ് ഡേയ്സ്. ഇതാണ് നമ്മുടെ ടിൻഡലൈസേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ്റെ ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതെന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു പാസ്ചറൈസേഷൻ എന്താണ്? ഇത് മിൽക്കിനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനും അതിൻ്റെ കീപ്പിംഗ് പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്ചറൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അത് ആരാണ് കണ്ടുപിടിച്ചത്? ലൂയിസ് പാസ്റ്റർ ആണ് ആ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ തന്നെയുള്ള 2 ഡിവിഷൻസ് ആണ് ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. ഹോൾഡർ മെത്തേഡ് എന്ന് പറയുന്നത് അത് എത്ര എന്നാണ് നോക്കൂ, 62.8 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 30 minutes ആണ് അവിടെ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്ലാഷ് മെത്തേഡിൽ എന്താണ് 72 ഡിഗ്രി സെന്റിഗ്രേഡ് ഫോർ 15 seconds ആണ് അവിടെ നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ അഡീഷണൽ 3 ഓപ്ഷനെയും കൂടെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ അല്ല മറ്റേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും കാണുക, മാക്സിമം കാര്യങ്ങൾ പഠിച്ച് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അടുത്ത കുറച്ച് ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് വളരെ പെട്ടെന്ന് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.